ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് പവർ ടോണിക്, അതായത് ECU എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ ECU എന്താണ്? ECU എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് കൺട്രോൾ ഡിവൈസ് എന്നാണ് പറഞ്ഞത്. ഇത് യൂസ് ചെയ്ത് എന്താണ് ബെനിഫിറ്റ്, ഇത് എന്തിനാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്ത് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. ഗൈസ്, ECU അതായത് റീമാപ്പ് ചെയ്യുന്നത് എന്തിനാണ്, പവർ ടോണിക് റീമാപ്പ് ചെയ്യുന്നത് എന്തിനാണ്, ഇത് എന്താ ബെനിഫിറ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഇലക്ട്രോണിക് ബോർഡാണ്. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇക്വൽ ഇഞ്ചക്ഷൻ വരുന്ന എല്ലാ വണ്ടികൾക്കും സൂട്ടാവും, നമുക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കും. ഇതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഓൾമോസ്റ്റ് എല്ലാവരും നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും വണ്ടികളിൽ യൂസ് ചെയ്യുന്നത്. വണ്ടിയുടെ ഒരു ചെറിയൊരു രീതിയിൽ പവറും അതേപോലെ തന്നെ ടോർക്കും വണ്ടിയിൽ. അപ്പോൾ അതേപോലെ തന്നെ ഇതൊരു ചെറിയൊരു ഹാർഡ് ഡിസ്ക് പോലെയാണ് ഇരിക്കുന്നത്. ഇതൊരു ഫുള്ളി ഇലക്ട്രോണിക് പാർട്സ് ആണ്. ഇത് നമുക്ക് മാറ്റി കമ്പനി സ്റ്റോക്കായിട്ട് തരുന്ന സാധനം മാറ്റിയിട്ടാണ് ECU റീമാപ്പ് ചെയ്യുന്നത്. ഈ ECU റീമാപ്പ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിലുള്ള പവറും ഇനിഷ്യൽ പവർ കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇത് എന്തിനാണ് ഇത് യൂസ് ചെയ്തിട്ട് എന്താണ് ബെനിഫിറ്റ് നോക്കിയാൽ ഈ പറഞ്ഞ വണ്ടിയുടെ പവറും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഇത് മെയിനായിട്ട് ട്രാക്ക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ വണ്ടിക്ക് തീർച്ചയായിട്ടും പ്രശ്നം ഉണ്ടാവും. വണ്ടിയുടെ കുറച്ച് കാലം കഴിയുന്ന സമയത്ത് വണ്ടിയുടെ എഞ്ചിന് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ മൈലേജിൽ വ്യത്യാസം ഉണ്ടാവും. നല്ല രീതിയിൽ ഫ്യൂൽ എഫിഷ്യൻസി കൂടും. ഇതെന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ വണ്ടി ഇറങ്ങുന്ന സമയത്ത് ഓട്ടോണിക്കകത്ത് ഇത്ര രീതിയിൽ പെട്രോൾ, ഇത്ര രീതിയിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അത് മാറ്റിയിട്ടാണ് കുറച്ചും കൂടി പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, പവർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ECU റീമാപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പെട്രോളും കൂടുതൽ കാര്യങ്ങൾ അങ്ങനെ എല്ലാം ഇൻക്രീസ് ചെയ്യിപ്പിച്ചാണ് ഈ പവർ ടോണിക് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ കഴിയുന്ന ടൈമിൽ ഈ വണ്ടിക്ക് എഞ്ചിന് കംപ്ലയിൻറ്റ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ മൈലേജിലും വ്യത്യാസം സ്വാഭാവികമായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതൊരു നല്ല പ്രൊഡക്റ്റ് അല്ലേ? നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ കൊള്ളില്ലാന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, കൊള്ളില്ലാന്ന് പറഞ്ഞതല്ല, ഇതിൻ്റെ ഒരു നെഗറ്റീവ് പോയിന്റ് പറഞ്ഞാണ്. ഇത് ഓൾറെഡി നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ കുറച്ച് ഒരു 10 കിലോമീറ്റർ പോകണം, നമുക്കൊരു സിമ്പിളായിട്ട് പോയിട്ട് വരാൻ പറ്റും. ആ ഒരു കാലം വരെ നമുക്ക് പോയിട്ട് വരാൻ പറ്റും. നേരെ മറിച്ച് നമ്മൾ ഈ 10 കിലോമീറ്റർ നല്ല രീതിയിൽ ഓടി നല്ല നമ്മുടെ ഫുൾ എനർജി എടുത്ത് പോകുകയാണെങ്കിൽ നമുക്ക് ഈ 10 കിലോമീറ്റർ നമ്മൾ പ്രതീക്ഷിക്കുന്ന ടൈമിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് നമ്മൾ പകുതി ഒരു 5 കിലോമീറ്റർ എത്തുമ്പോൾ തന്നെ നമ്മൾ നിൽക്കുമായിരിക്കും. ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാണ്, നമ്മൾ ഓടി അണച്ചിലേക്കും. അതേ അവസ്ഥ തന്നെയാണ് വണ്ടിക്ക് ഒരു ലോങ് ടൈം ആ ഒരു സെറ്റപ്പിലാണ് വണ്ടി എൻജിനീയേഴ്സ് അതിനകത്തുള്ള ഒരു ECU എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അത് മാറ്റിയിട്ട് കുറച്ചും കൂടി പവർ ഇൻക്രീസ് ചെയ്യാനുള്ള ആ ഒരു രീതിയിൽ ഇത് സംഭവം സെറ്റ് ചെയ്യുമ്പോൾ വണ്ടിയുടെ ഫുൾ മാക്സിമം പവർ എടുക്കുകയാണ്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിലേക്ക് വരുന്ന ടൈമിൽ എൻജിൻ എന്തായാലും കംപ്ലയിൻറ്റ് വരുന്ന കാര്യം ഷുവറാണ്. അപ്പോൾ അതേപോലെ നിങ്ങൾ നോക്കിയും എന്തിനാണെങ്കിൽ ഈ സംഭവം മാർക്കറ്റിൽ വിൽക്കുന്നത് നോക്കി. ഇത് ശരിക്കും ഈ പറഞ്ഞ ട്രാക്കിൽ പോകുന്ന ആൾക്കാർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ശരിക്കും ഇത് ബെനിഫിറ്റ് വരുന്നത്. പക്ഷേ ട്രാക്കിൽ പോകുന്നവർക്ക് വണ്ടി നല്ല രീതിയിൽ പവറും നല്ല രീതിയിൽ ഇഞ്ചിൻ പവറും കാര്യങ്ങളൊക്കെ എന്തായാലും വേണം. അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഇത് ട്രാക്കിൽ പോകുന്ന ആൾക്കാരാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഈ സ്ട്രീറ്റ് റേസിനും സ്ട്രീറ്റിൽ ഓടിക്കാനും ഇപ്പോൾ സിറ്റി ഡ്രൈവിനും കാര്യങ്ങളൊക്കെ ഇത് യൂസ് ചെയ്യാം. പക്ഷേ ഈ പറയുന്നത് എൻജിൻ കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ബ്രോ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വണ്ടിക്ക് കംപ്ലയിൻറ്റ് വന്ന കുഴപ്പമില്ല, എനിക്ക് ഈ പറഞ്ഞ 2 വണ്ടിയുണ്ട് എന്ന് ഉള്ളൊരു മൈൻഡുള്ള ആൾക്കാർക്കൊക്കെയാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും റീമാപ്പ് ചെയ്യാവുന്നതാണ്. റീമാപ്പ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു എല്ലാം ഈ പറഞ്ഞ ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടിക്ക്, എല്ലാ ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടിക്കും സൂട്ടാവും. ഏകദേശം അതിൻ്റെ പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ 18 to 22, 18,000 to 22,000 വരെ അതിൻ്റെ ഒരു റേഞ്ച് ഇടയിലാണ് ഇതിൻ്റെ പ്രൈസ് നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അഡ്വാൻറ്റേജും എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്താണ് പറഞ്ഞത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറയുമ്പോൾ വണ്ടിയുടെ പവർ ഇൻക്രീസ് ചെയ്യിപ്പിക്കാനാണ് നമ്മളെല്ലാവരും ഈ സാധനം യൂസ് ചെയ്യുന്നത്. നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ സംഭവം, അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്കിപ്പോൾ ഓടിക്കുന്ന വണ്ടികൾക്ക് അതിനെക്കാട്ടി കുറച്ചും കൂടി ഒരു സെറ്റപ്പിൽ വണ്ടി ഓടിക്കണമെങ്കിൽ ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത് നമുക്ക് അതിൻ്റെ ഒരു ഫീൽ നന്നായിട്ട് ഡിഫറൻസ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു ഫീൽ അറിയാൻ പറ്റും. നമ്മുടെ വണ്ടിയുടെ പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് ആ ഒരു യൂസ് ചെയ്യുന്ന സംഭവം ചെയ്യുന്നത്. ആ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നമുക്ക് അറിയാൻ തന്നെ പറ്റും. നമ്മുടെ നോർമൽ വണ്ടി ECU റീമാപ്പ് ചെയ്യുന്ന വണ്ടി നമുക്ക് ഓടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ശരിക്കും അറിയാൻ തന്നെ നമുക്ക് സാധിക്കും. അപ്പോൾ ഗൈസ്, ഇതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂൽ ഇഞ്ചക്ഷൻ എല്ലാ വണ്ടികൾക്കും തന്നെ സൂട്ടാവുന്നതായിരിക്കും. നമുക്ക് റീമാപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ പറഞ്ഞ R15, ഡൂക്ക് അങ്ങനെയുള്ള വണ്ടികൾക്ക്, എല്ലാ വണ്ടികൾക്കും KTM അതേപോലെ എല്ലാ വണ്ടികൾക്കും ഇത് റീമാപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓൾമോസ്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും. ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസാണ് നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം.